working with Anirudh is super fun. നെഞ്ചിൽ ജിൽ 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 കാതിൽ ജിൽ 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 കണ്ണത്തിൽ മുത്തമിട്ടാൾ നീ. ഞാൻ എൻജോയ് ചെയ്ത് റെക്കോർഡ് ചെയ്തൊരു ട്രാക്കാണ്. പിന്നെ തെലുഗു പീപ്പിൾ ആർ ദ സ്വീറ്റസ്റ്റ് പീപ്പിൾ. അയ്യോ, ഞാനത് എവിടെ വേണമെങ്കിലും പറയും. ഒരു വിവാദം ഉണ്ടാക്കാനൊന്നും ഒരു കാര്യവും പറയാറില്ല, അത് വിവാദമായി മാറുന്നതാണ്. പക്ഷേ വിമർശനങ്ങൾ ഈ കഴമ്പില്ലാത്തതും ഒരാളെ അടിച്ചമർത്താനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാകുമ്പോഴത്തേക്കുമാണ് അത് വിമർശനമല്ലാതായി മാറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആരെയും പ്രീതിപ്പെടുത്താനോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ചാണ് ഞാൻ എൻ്റെ കല നിർമ്മിക്കുന്നത്. സമൂഹത്തിൽ അനീതിക്കെതിരെ സംസാരിക്കുന്നവരെല്ലാവരെയും ഒതുക്കാൻ തന്നെയാണ് ഇവിടെ ഉള്ളൊരു മെജോറിറ്റേറിയൻ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി വിവേചനം ഉണ്ട്, അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ അതില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല മാറി. ഇപ്പോൾ ജാതി സംസാരിക്കാൻ പാടില്ല, ജാതി ഭീകരത എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അത് ബേസിക്കലി ഇതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുണ്ട്. ഡബ്സിയെ പോലൊരു ആർട്ടിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഡബ്സി ഞാനൊരു പേരെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ സ്ലാങ് ഒക്കെ ഇത്രയും കൂളാക്കിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ശക്തമായ പോയട്രിയാണ് റാപ്പ് മ്യൂസിക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പകലാകവേ കവിളത്തു നിന്റെ. ഫീൽ ഗുഡ് പാട്ടുകൾ മുതൽ അടിച്ചുപൊളി പാട്ടുകൾ വരെ, ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ, പ്ലേബാക്ക് സിംഗർ, അവാർഡ് വിന്നർ, അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് റിപ്പോർട്ടിനൊപ്പം ചേരുന്നത്. ലെറ്റ്സ് വെൽക്കം സൂരജ് സന്തോഷ്. നമസ്കാരം, താങ്ക് യു. ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത് കൂലി മൂവിയാണ്. കൂലി മൂവിയുടെ ഒരു ആവേശത്തിലാണ് മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ കൂലി മൂവി ഇറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രെൻഡിങ് ആയിട്ടും ഏറ്റവും കൂടുതൽ എല്ലാവരും കൂടുതൽ അവരുടെ സ്റ്റാറ്റസുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് പവർ ഹൗസ് എന്നുള്ളൊരു മ്യൂസിക്കായിരുന്നു. പക്ഷെ സിനിമയുടെ റിലീസിങ്ങിന് ശേഷം ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറി. പിന്നെ എല്ലാവരും സംസാര വിഷയം അല്ലെങ്കിൽ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്കും എല്ലാവരും എന്താ പറയുക ആർപ്പ് വിളികളിലൂടെ സ്വീകരിച്ചിട്ടുള്ള ഒരു BGM ആണ് കൊക്കി. സൂരജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ഹാപ്പി മൊമെൻ്റ് ആണ് ഈ ഒരു BGMനെ ആൾക്കാർ, ഈ ഒരു കൊക്കി എന്നുള്ള മ്യൂസിക് ആൾക്കാരെ ഏറ്റെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഇത്രയും നിറഞ്ഞൊരു സ്വീകാര്യതയാണ് ഈ ഒരു കൊക്കി എന്നുള്ളൊരു BGMന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം എങ്ങനെയാണ് അതിന് കാണുന്നത്? ഇപ്പോൾ ഒരു കൂലി മൂവിയിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? കൂലി മൂവിയിലേക്കുള്ള എൻട്രി എന്ന് പറയുമ്പോഴത്തേക്കും അനിരുദ്ധാണ് വിളിക്കുന്നത്, അനിയാണ് വിളിക്കുന്നത്. ഇങ്ങനൊരു പാട്ടുണ്ട്, നമുക്കൊന്ന് പാടി നോക്കാമെന്ന് കരുതിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അനിരുദ്ധിനോട് വർക്ക് ചെയ്യുന്നത്. മുന്നേ പലപ്പോഴും വിളിച്ചപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. സോ ഇത്തവണ എനിക്കത് ഞാൻ ചെന്നൈ പോയി റെക്കോർഡ് ചെയ്തു. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിറിക് എന്നുള്ളൊരു സോങ്. അങ്ങനെ നോർമലി ഒരു പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ടല്ലോ, എന്നൊരു വരി ഉണ്ടാവും, പ്രോപ്പറായിട്ടൊരു 4 മിനിറ്റ് പാട്ട്. പക്ഷേ ഇതിനകത്ത് വരികളില്ല എന്നൊരു പത്രമാണ്. ഇതൊരു പ്രോപ്പർ പാട്ട് തന്നെയാണ്. അത് യൂസ് ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അതിന് സ്ഥാനം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഫിലിമിൽ ആൽബത്തിൽ ഉള്ള പാട്ട് തന്നെയാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത് ഭയങ്കര യൂഷ്വൽ അല്ലാത്തൊരു സാധനമാണ് ഞാൻ പാടാൻ പോകുന്നത് എന്നൊരു സംഭവം കിട്ടി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പാട്ട് കേട്ടപ്പോഴത്തേക്കും ഇത് ജതിയാണ്. നമ്മൾ കുറേ റെക്കോർഡ് ചെയ്തു, പലതും നമ്മൾ ഈ ട്രാക്കിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ റെക്കോർഡ് ചെയ്ത പല ഭാഗങ്ങളിലും അതായത് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പുള്ളി അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പാട്ടിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. പല്ലവി ഉണ്ട്, അനുപല്ലവി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ലിറിക്കില്ല എന്നൊരു പ്രത്യേകം മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അവസാനം കുറച്ച് ഇംപ്രവൈസേഷൻ രാഗ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്ത് റെക്കോർഡ് ചെയ്തൊരു ട്രാക്കാണ്. പിന്നെ വർക്കിംഗ് വിത്ത് അനിരുദ്് ഇസ് സൂപ്പർ ഫൺ. മുന്നേ വർക്ക് ചെയ്തിട്ടില്ല, മുന്നേ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, റെക്കോർഡ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത്തവണ പോയപ്പോഴത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഇത് ഇങ്ങനെ ഒരു പാട്ടും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി എന്തെങ്കിലും യൂഷ്വൽ അല്ലാത്ത കാര്യത്തിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്ക് നമുക്കൊരു എനിക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ 4 മിനിറ്റ് ഒരു EDM, അത് ഇലക്ട്രോണിക് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ കണക്ട് ചെയ്യുന്ന ഏറ്റവും മ്യൂസിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മ്യൂസിക്കാണ്. സോ അപ്പം അതിൻ്റെ ഇലക്ട്രോണിക് മ്യൂസിക്കിൽ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ചുവയുള്ള ജതിക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സാധനം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. പിന്നെ അത് സിനിമയിൽ വരുമ്പോൾ ഞാൻ അന്ന് തന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സീൻ കണ്ടിരുന്നു, എന്നെ കാണിച്ചു തന്നിരുന്നു. ഇങ്ങനെയാണ് ഇവിടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഇത് കൊള്ളാം, ഇത് പ്ലേസ് ചെയ്യിക്കുന്ന സ്ഥലമൊക്കെ അന്ന് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചില്ല ഇതിങ്ങനെ എല്ലാരും ഇങ്ങനെ ലൈക്ക് എല്ലാരും പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന രീതിയിൽ അതങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രോപ്പർ ട്രാക്കായിട്ട് തന്നെ വരികയും ആൽബത്തിൽ വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അതിന് ഒരു ആളുകൾക്ക് കേൾക്കാൻ ഒരു അവസരം ഉണ്ടായി.
ട്രാക്കായിട്ട് തന്നെ കേൾക്കാൻ അവസരം ഉണ്ടായി. അതെ. പിന്നെ അത് സിനിമയിൽ വന്നത് പ്ലേസ് ചെയ്യപ്പെട്ട രീതി, അത് ഷൂട്ട് ചെയ്തത് എല്ലാം തന്നെ ഭംഗിയായി വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആൾക്ക് അത് കണക്ട് ആയെന്ന് തോന്നുന്നു. അതെ, എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കി തന്നെ എല്ലാവർക്കും ഈ ഒരു ഉപേന്ദ്രയുടെ ഒരു എൻട്രി, ആ സീനാണ് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു റൊമാൻറ്റിഫിക്കേഷൻ, ഒരു ഗൂസ് ബംസ് ഒക്കെ തരുമെന്ന് പറയുമ്പോഴുള്ള ആ ഒരു മൊമെൻ്റ് ആയിരുന്നു. പല പല ഭാഷകളിലായിട്ട് സൂരജ് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, ആക്ച്വലി സ്റ്റാർട്ടിങ് തന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിലാണ് തോന്നുന്നു അല്ലേ? ആസ് എ പ്ലേ ബാക്ക് സിംഗർ സ്റ്റാർട്ട് ചെയ്യുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു സംഗീതം തേടി അല്ലെങ്കിൽ സംഗീതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോകുന്നു. അവസാനം ഫസ്റ്റ് പാടുന്നത് എനിക്ക് തോന്നുന്നു എന്താണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഡാർലിംഗ് എന്നുള്ള ഒരു പ്രകാശ് കുമാറിന് കൂടെ. അതെ, കേരളത്തിനുള്ള പാടിയ പാട്ട് തന്നെയാണ്. ഞാൻ ഡിഗ്രിക്ക് PGക്ക് പഠിക്കുമ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. 2008-9 റെക്കോർഡ് ചെയ്തതാണ്. 2010 PG കഴിയുമ്പോഴത്തേക്ക് ആ പാട്ട് ശരി, ഫസ്റ്റ് പാട്ട് തന്നെ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് ഒരു തെലുങ്കില് ഒരു അവാർഡും കിട്ടി. അതെ അതെ. ബേസിക്കലി അത് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ആ തെലുങ്ക് പാട്ട് GV പ്രകാശിന് വേണ്ടി പാടിയ പാട്ടാണ്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് മൂവ് ചെയ്യുന്നത്. സംഗീതം തേടിയുള്ള യാത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ഇവിടുന്ന് മാറണമെന്നുണ്ടായിരുന്നു. അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള എൻ്റെ ഒരു താല്പര്യം. ഇവിടുന്ന് എന്തായാലും കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈ ആയിട്ട് തോന്നി. ഞാൻ ഹിന്ദി ഒന്നും അത്ര വലിയ സംസാരിച്ചില്ല, ഈ ബോംബെ പോയാണ്. തമിഴ് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ തമിഴ് സിനിമ, തമിഴ് പാട്ടൊക്കെ വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. പിന്നെ അവിടെ ഒരു മ്യൂസിക് സീനുണ്ട്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഓഫ് കോഴ്സ് കേരളത്തിൽ നിന്ന് മാറി താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് അങ്ങോട്ടേക്ക് മാറുന്നത്. അതിന് അങ്ങനെ പിന്നെ അപ്പോഴത്തേക്ക് ആ പാട്ട് അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് പാട്ട് അവിടെ ഉണ്ട്. ഈ പാട്ടിൻ്റെ ബേസിസിലാണ് പിന്നെ എനിക്ക് പലരെയും അപ്രോച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളത്. പലരും എന്നെ വിളിക്കുന്നതൊക്കെ ഈ പാട്ടിൻ്റെ ബേസിസിലാണ്. പിന്നെ തെലുങ്കിൽ കുറെ പാടി തുടങ്ങി, തെലുങ്കിൽ സിനിമ പാടാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് മലയാളത്തിലേക്കും മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുന്നത്. മറ്റു പല ഭാഷകൾ നമ്മുടെ മലയാളം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അത്ര ഒരു എളുപ്പമായിരിക്കില്ല മറ്റ് പല ഭാഷകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ. അത് എന്തായാലും ഒരു വെല്ലുവിളിയായിരിക്കും. അതായത് ആ ഒരു ഭാഷയെ എന്താണ് നമ്മൾ അവിടുത്തെ ഉച്ചാരണം, അവിടുത്തെ ഒരു ആ ഭാഷയുള്ള ആ ഒരു മീനിങ് എങ്ങനെയാണ് നമ്മളത് അഡാപ്റ്റ് ചെയ്യുന്നത്. ആ സമയം എനിക്ക് തോന്നുന്നു സൂരജ് കൂടുതലും മറ്റ് പല ഭാഷകൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു അത്രയും സൂപ്പർ കംഫർട്ടബിൾ അല്ല അതർ ലാംഗ്വേജസിൽ. എന്ന് വെച്ചാൽ പാടുന്നതിനൊക്കെയാണ്. സംസാര ഭാഷയായിട്ട് എനിക്ക് ഏറ്റവും ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഭാഷ മലയാളം തന്നെയാണ്. മലയാളം, തമിഴും ഇംഗ്ലീഷും തന്നെയാണ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഷകൾ. ബാക്കി ഭാഷകളൊന്നും എനിക്ക് തെലുങ്കിപ്പോൾ കേട്ടാൽ മനസ്സിലാവും എന്നുള്ളൂ. കന്നഡ ഒട്ടും തന്നെ അറിയില്ല. പിന്നെ ഈ പാടുന്നൊരു പ്രോസസ്സ് ആകുമ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി മലയാളത്തിൽ എഴുതിയെടുത്തിട്ടാണ് പാടുന്നത്. തെലുങ്കാണെങ്കിൽ ഏത് ഭാഷയാണെങ്കിലും മലയാളത്തിൽ എഴുതുക. അപ്പം എനിക്കെന്തോ അത് ഉച്ചാരണം എനിക്ക് മലയാളത്തിൽ എഴുതിയെടുത്ത് അത് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ്, പിന്നെ നമ്മൾ കുറച്ച് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ദെയർ. പിന്നെ അവിടെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ അങ്ങനൊന്നും അല്ല. ഇന്നിപ്പം നമുക്ക് തെറ്റിയാലും കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് എല്ലാ സിംഗേഴ്സ്, ഇപ്പം വേറെ സിംഗേഴ്സിന്റെ കാര്യം എടുത്താലും ഇപ്പം നോൺ മലയാളി സിംഗേഴ്സ് മലയാളത്തിൽ പാടുന്നുണ്ടല്ലോ. അപ്പം അവർക്കും ആ ഒരു അവരുടെ ലാംഗ്വേജിൽ അവർ ചിന്തിച്ചിട്ട് മലയാളത്തിലെ ഭാഷ ഒബ്സർവ് ചെയ്ത് പാടുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. എക്സ്പീരിയൻസ് ഡിഫറൻസ് ആവുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ആൾക്കാരനുസരിച്ചാണ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ആൾക്കാരുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി പല പല ഭാഷകളിൽ. കൂട്ടത്തിൽ എനിക്ക് കന്നഡയാണ് കുറച്ച് ടാക്ലിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക, നമ്മളുള്ള ഒരു അപ്രോച്ചും ആ ഒരു രീതി ഇടപെടൽ. തെലുഗു പീപ്പിൾ ആർ ദ സ്വീറ്റസ്റ്റ് പീപ്പിൾ. ഞാൻ അത് എവിടെ വേണമെങ്കിലും പറയും. അവർ ആക്ച്വലി അവർ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. നമ്മൾ റെസ്പെക്ട്ഫുൾ എന്ന് വെച്ചാൽ നമ്മളെ താണു വീണ വണങ്ങണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റെസ്പെക്ട്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ജോലിയെ അവർ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ എടുക്കുന്ന പണിക്ക് കൃത്യമായി പ്രതിഫലം തരുന്നു, കൃത്യമായി ശമ്പളം തരുന്നു. അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായി, വളരെ പ്രോപ്പറായി ഓർഗനൈസ്ഡ് അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അവരത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒരു മോശം എക്സ്പീരിയൻസ് തെലുങ്കും ഉണ്ടായിട്ടില്ല. മറിച്ച് കന്നഡയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ യെസ്, എനിക്കൊന്ന് തെലുങ്കാണ് ഏറ്റവും എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാം. അങ്ങനെ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഇൻഡസ്ട്രി. ഫിലിം ഇൻഡസ്ട്രി നോക്കുമ്പോഴത്തേക്ക് ഞാൻ ലൈക്ക് അത് തെലുങ്കിനെ മാറ്റി, അത് ഭയങ്കര നല്ല ഇൻഡസ്ട്രിയാണ്. ഓക്കെ. ഇപ്പോൾ സൂരജ് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു സംഗീത പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നല്ല വളർന്ന് വന്നിട്ടുള്ളത്. എങ്കിലും സൂരജിൻ്റെ ഒരു സൂരജിൻ്റെ ഉള്ള ആ ഒരു സംഗീതത്തെ തിരിച്ചറിഞ്ഞ നമ്മുടെ ഒരു ടീച്ചറുണ്ട്, അമ്മാളു ടീച്ചർ. ടീച്ചർ എവിടെയാണ്? അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഒന്ന്. ട്രിവാൻഡ്രത്തുണ്ട്. അമ്മയുടെ അമ്മ അധ്യാപികയായിരുന്നു. അമ്മയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അപ്പം ടീച്ചർ
ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ഒരു ദിവസം അമ്മയുടെ സ്കൂളിൽ പോയപ്പോഴത്തേക്കാണ് അവിചാരിതമായിട്ട് ടീച്ചർ പാടിച്ചു നോക്കുകയും പിന്നെ അമ്മയുടെ അടുത്ത് പറയും പഠിക്കണം, ഇവനെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എത്തുന്നത്. അപ്പം ബേസിക്കലി ഇപ്പം ഞാൻ ഭയങ്കര ടച്ചൊന്നുമില്ല, ഇടയ്ക്ക് മീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ടീച്ചർ സുഖമായിട്ട് ഞാൻ പല ഗുരുക്കന്മാരുടെ കീഴിലും പഠിച്ചിട്ടുണ്ട്. അമ്മ ടീച്ചർ എന്നെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംഗീത പഠനം തുടങ്ങുന്നത്, കർണാട്ടിക് മ്യൂസിക് തുടങ്ങുന്നത് തരംഗനസരി എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ്. അവിടെ കുറച്ചു കാലം പഠിച്ചു. അതൊരു കൂട്ട ക്ലാസ്, ഒരു 10-35 കുറേ ആളുകൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഡോക്ടർ ഓമനക്കുട്ടി ഓമനക്കുട്ടീസിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ പാർവതിപുരം പത്മനാഭ അയ്യർ, കൊല്ലം GS ബാലമുരളി, പിന്നെ അവസാനം കൊടമാളൂർ ജനാർദ്ദനൻ സാറിൻ്റെ അടുത്ത്, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചു. ഇതൊക്കെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്നെയാണ്. യെസ്, അങ്ങനെ പഠിക്കാനുള്ളൊരു പ്രിവിലേജ് ഉണ്ടായി. ഓക്കെ. ഇപ്പോൾ ഈ പാട്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ആദ്യം ഒരു റെക്കോർഡിങ്ങിനോ എന്തെങ്കിലും തിരഞ്ഞെടുത്ത് വിളിക്കുന്ന സമയത്ത് ആദ്യം അതിൽ നോട്ട് ചെയ്യുന്ന സംഗതി എന്തായിരിക്കും? അതിൻ്റെ സംഗീതമാണോ, അതിൻ്റെ ലിറിക്സ് ആണോ, എന്തായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? ഇപ്പോൾ ആണ് എനിക്ക് ആക്ച്വലി പാടുന്നതിന് മുന്നേ പാട്ട് കേൾക്കാനൊക്കെ ഉള്ള ഒരു പ്രിവിലേജ് ഉള്ളത്. മുന്നേ ഒന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. നിങ്ങൾ സ്റ്റുഡിയോ പോകുമ്പോഴല്ലേ അറിയുന്നത് എന്ത് പാട്ടാണ് പാടുന്നത്, എന്താണ് തീം. പലപ്പോഴും നമുക്ക് തീം പോലും അറിയാൻ പറ്റില്ല, നമ്മൾ പാടി പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആക്ച്വലി നമുക്ക് മുന്നേ പാട്ട് ചോദിക്കുമ്പോൾ അയച്ചു തരും. പലപ്പോഴും ചില അവസരം കിട്ടാറില്ല. ചിലപ്പോൾ നമ്മൾ സ്റ്റുഡിയോ എത്തിയിട്ടായിരിക്കും പാട്ട് കേൾക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ തന്നെയാണ്. സ്റ്റുഡിയോ പോയി പാട്ട് കേൾക്കുന്നു, പഠിക്കുന്നു, പാടുന്നു, അങ്ങനെയാണ്. അയച്ചു തരുമ്പോഴൊക്കെ ആക്ച്വലി ഞാൻ എപ്പോഴാണെങ്കിലും അയച്ചു തന്നില്ലെങ്കിൽ എനിക്ക് സ്റ്റുഡിയോ പോയി കേട്ടാലും ഞാൻ അതിനകത്ത് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോമ്പോസിഷൻ എങ്ങനെയാണ് അവർ ആസ് എ കമ്പോസർ അത് കൺസീവ് ചെയ്തേക്കുന്നത്, അത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇതിൽ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്. അതിനുശേഷം ഇതിന്റെ ലിറിക്കൽ പാട്ട് സ്വാഭാവികമായിട്ടും കൺസിഡർ ചെയ്യും. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇതിന്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കാനാണ്. ഒരു പാട്ടിന്റെ ഒരു നിയർ എനിക്കൊരിക്കലും അങ്ങനെ ഒരു പാട്ട് ആസ്വദിക്കുമ്പോഴത്തേക്കും ഞാൻ അത് കുറച്ചുകൂടി ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇതിന്റെ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനാണ് താല്പര്യം. അതായിരിക്കും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. ബേസിക്കലി നല്ല പ്രൊഡക്ഷനും നല്ല അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾക്ക് ഞാൻ പലരിൽ നിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സാഡ് മൊമെൻറ്റിലൊക്കെ നമുക്ക് സമാധാനം തരുന്ന ചില നല്ല നല്ല പാട്ടുകളുണ്ട്. ഇപ്പോൾ ഗപ്പിയിലത്തെ സോങ് ഓഫ് കോഴ്സ് അതിന് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മകനെ എന്നുള്ള പാട്ട് നമ്മുടെ വാഴ സിനിമയിൽ, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഒരുപിടി എന്താ പറയുക റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകൾ. നമ്മൾ സൂരജിൻ്റെ ഒരു ശബ്ദം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ഒരു ഫീൽ സന്തോഷമാണ്. ഇത് ഭയങ്കര ഈ ആർട്ട് എന്ന് പറയുന്ന മനുഷ്യനെ ടച്ച് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ഇത് എൻ്റെ ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഇത് കമ്പോസ് ചെയ്ത ഒരാളുടെ മേന്മയോ അല്ലെങ്കിൽ എഴുതിയ ആളുടെ മേന്മയോ ഇതെല്ലാം കൂടി ചേർന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. അതായത് കലയാണ് മനുഷ്യനെ സ്പർശിക്കുന്നത്. അവിടെ നമ്മളെല്ലാവരും വ്യക്തികൾ എന്ന രീതിയിൽ അതിനകത്ത് നമ്മൾ കലാകാരൻ എന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് പിന്നെ സബ്ജക്റ്റീവ് ആണല്ലോ. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള പാട്ടായിരിക്കില്ല ചിലപ്പോൾ ചിത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കില്ല എനിക്കിഷ്ടം. അപ്പോൾ ഇത് ഭയങ്കര സബ്ജക്റ്റീവാണ്. ഓരോരുത്തരും പേഴ്സണലി ആണ് ഒരു കലാസൃഷ്ടിയോട് കണക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. പലരും എന്നോട് പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ പാട്ട് കേൾക്കുമ്പോൾ ആശ്വാസം കിട്ടാറുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഡെഫിനറ്റ്ലി ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്, സന്തോഷം തോന്നാറുണ്ട്. കാരണം അതാണ് എനിക്ക് തോന്നുന്നു, അത് എൻ്റെ പർപ്പസ് അല്ല, അതാണ് കലയുടെ പർപ്പസും അതാണ് കല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആളുകളിൽ എന്ത് വികാരമാണോ, എന്ത് മാറ്റമാണോ, എന്ത് ചിന്തകൾ ഉണ്ടാകുന്ന മാറ്റമാണോ ഉണ്ടാക്കേണ്ടത്, അവിടെ അങ്ങനെ ഒരു ഇമോഷനോ അങ്ങനെ ഒരു മാറ്റമോ ഒക്കെ ആളുകളിൽ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ കലയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ആ പർട്ടിക്കുലർ സൂരജ് ആ ഒരു കലയെ സൂരജിന്റെ ആശയങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു ഇതായിട്ട് കൂടി കലയെ കൊണ്ട് വരുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ മാത്രമല്ല, അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. മ്യൂസിക്കിനും അപ്പുറം ഒരു ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, ഒരു നിലപാടുള്ള വ്യക്തി കൂടിയാണ് സൂരജ് സന്തോഷ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആദ്യം കപ്പ ടിവിയിൽ ആലായാൽ തറ വേണം എന്ന് പാടിയിട്ട് എന്തൊക്കെയോ തിരിച്ചറിയൽ കൂടി കുറച്ച് കാലം കഴിഞ്ഞ്, കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ആലായാൽ തറ വേണോ
എന്നായി ആ ഒരു ചോദ്യം. അപ്പോൾ ആലായിൽ തറ വേണോ എന്നുള്ള ചോദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അതിന് അന്ന് ആ ഒരു സമയത്ത് ഒരുപാട് പേര് ആ ഒരു ആശയത്തിനോട് ചേർന്ന് നിന്ന് ഒരുപാട് സപ്പോർട്ടൊക്കെ തന്ന് ചെയ്തിട്ടുണ്ട്. അതേസമയം കുറച്ച് കാലങ്ങൾക്കിപ്പുറം കേസ് ചിത്രയുടെ ഒരു വിവാദത്തിൽ, ആ ഒരു അയോധ്യ പരാമർശത്തിൽ വരുന്നൊരു വിവാദം, ഒരു സൂര്യ സന്തോഷിൻ്റെ ഒരു വിമർശനം ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സൈബർ അറ്റാക്കുകളും സൈബർ ആക്രമണം, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർ നമുക്കെതിരെ വരുമ്പോഴും അതേ നിലപാടിൽ ഉറച്ച് തന്നെയാണ് സൂരജ് ആ സമയത്ത് നിന്നിരുന്നത്. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞത് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു സ്റ്റാൻഡിൽ നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഉറച്ചതിൽ തന്നെ നിൽക്കാനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു ഇതിലേക്ക് സാധിക്കുന്ന ആ ഒരു സംഭവം എങ്ങനെയാണ്? ഒന്ന്, ഞാൻ പറയുന്നതിലുള്ള ധാരണ എനിക്ക് കൃത്യമായി ഉണ്ട്. ഞാൻ എന്താണ് പറയുന്നതിനുള്ള ധാരണ, കൃത്യമായ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളെ ഞാൻ പറയാൻ പോകാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാനൊന്നും ഒരു കാര്യവും പറയാറില്ല. അത് വിവാദമായി മാറുന്നതാണ്. പിന്നെ ഒരു കലാകാരൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കലയിൽ രാഷ്ട്രീയം വേണോ എന്നൊക്കെ ഉള്ളത് വളരെ അപക്വമായ ചോദ്യങ്ങളാണ്. കല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഉപാധി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അതിൽ അതിപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ നമുക്ക് പിന്നെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിപ്രായം പറയാനുള്ള അവകാശവും ഉണ്ട്. അപ്പം ആ പൗരൻ എന്ന നിലയിലുള്ള എൻ്റെ അവകാശമാണ് ഞാൻ വിനിയോഗിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വിമർശിക്കുന്നതിനൊന്നും എന്നെ വിമർശിക്കുന്നതിനൊന്നും, ഞാൻ വിമർശനത്തിന് അതീതനൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിമർശനങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിമർശനങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ വിമർശനങ്ങൾ ഈ കഴമ്പില്ലാത്തതും ഒരാളെ അടിച്ചമർത്താനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാകുമ്പോഴത്തേക്കുമാണ് അത് വിമർശനമല്ലാതായി മാറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ സ്വാഭാവികമായിട്ടും ആശയങ്ങൾ കൊണ്ട് നേരിടാനാണ് നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് തോന്നുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യമാണെങ്കിലും നിങ്ങളുടെ ആശയങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അല്ലാണ്ട് അതൊരു അധിക്ഷേപത്തിന്റെ സ്വരത്തിലേക്കും അടിച്ചമർത്തലിന്റെ സ്വരത്തിലേക്കും പോകുമ്പോഴത്തേക്കുമാണ് പ്രശ്നമാവുന്നത്. അത് വർക്കിനെ ബാധിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബാധിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം എതിരാകുമ്പോൾ ഈ ബഹുഭൂരിപക്ഷത്തിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഈ വർക്ക് ചെയ്യുന്നവരും എല്ലായിടത്തും ഉള്ളവരും. സോ അപ്പം അത് ബാധിക്കാണ്ടിരിക്കാം. പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ഓണസ്റ്റായിട്ടും എൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും പ്രീതിപ്പെടുത്താനോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ചാണ് ഞാൻ എൻ്റെ കല നിർമ്മിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞത് വേണമെന്നുള്ളത് വേണോ എന്ന ചോദ്യം ഉയരുന്നത് നിരന്തരമായ മാറ്റങ്ങളിൽ കൂടിയാണ് മനുഷ്യൻ നവീകരിക്കപ്പെടുന്നത്. അല്ലാണ്ട് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാം ശരിയാണ് എന്നൊരു പൊസിഷൻ എടുക്കുന്ന ഒരാൾക്ക് മാറ്റവും അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹ്യൂമൻ ആവാനുള്ള പോസിബിലിറ്റി അയാൾ തടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി ഒരിടത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന വഴി. അപ്പൊ അതിൽ കഴമ്പുണ്ടോ, കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഐ വുഡ് സേ ലൈക്ക് നിരന്തരമായ ചോദ്യം ചെയ്യലായിരിക്കണം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളൊരു ഡോണ്ട് സെറ്റിൽ യുവർ സെൽഫ് എനിവേർ. കീപ് ക്വസ്റ്റ്യനിങ്. കംഫർട്ട് സോണിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. കംഫർട്ട് സോണിൽ നിൽക്കാൻ നമുക്ക് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. അപ്പം നമ്മളെ പ്രിവിലേജ്ഡ് ആണെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കാൻ മാത്രമേ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാവരും അവരാണ് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഐ എം പ്രിവിലേജ്ഡ് ഇൻ സോ മെനി വേസ്. സോ ഐ ഷുഡ് ബി ദ വൺ ഹൂസ് സ്റ്റാർട്ടിങ്. അപ്പം അത് അവരെല്ലാവരും ചെയ്യുവാണെങ്കിൽ ദ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ്. ഈ ലോകം തന്നെ ഒരു നല്ല ബെറ്റർ സ്ഥലമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കിത് ബാധിക്കപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ പോവോ എന്നൊക്കെയുള്ള പേടികളുണ്ടല്ലോ. അത് മനസ്സിലാക്കാവുന്നതാണ്, മനുഷ്യന്റെ വികാരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നതും കൂടി ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മിണ്ടാണ്ടിരിക്കുന്നത് ഒരു ഭീരുത്വമാണെന്നും നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത് പലതിനും അടിവറ വെക്കലുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ചുറ്റുമുള്ള രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മിണ്ടാൻ തോന്നില്ലുണ്ടെങ്കിൽ നിങ്ങളൊരു പരാജയമായിട്ട് എനിക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. അതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. ഈ പറഞ്ഞ പോലെ ഫീൽ ഗുഡ് കുറച്ച് സോങ്സ് ഉണ്ടല്ലോ, ഒരു നല്ല നല്ല ഗാനങ്ങൾ. എൻ്റെ ആദ്യത്തെ ആൽബം ദ ജിപ്സി സൺ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലെ ഒരു പാട്ടാണ് തനി മലയാളം. ഞാൻ ആ പാട്ടിനെ കുറച്ച് വരികൾ പാടാം. അരികെ നീ അരുമയായി അഴകോലും മോഴിയാളായി ഇമനീളെ പടർന്നാടായി ഇളമതിലിപ്പിയാളായി ഉയിരിൽ നീ
ഓ, അടിപൊളി. താങ്ക് യു. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൂരജിനെ പോലെ തന്നെ ഒരു നല്ലൊരു ഉറച്ചൊരു നിലപാടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ചിന്മയുടേത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാഹസ് മൂവിയിൽ ചിന്മയുടെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത്രയുമായിട്ടുള്ള ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു സിംഗറുടെ കൂടെ പാടുമ്പോഴത്തേക്കും ചിന്മയുടെ നിലപാടുകൾ തന്നെ അവർക്ക് അവരുടെ കരിയറിൽ തന്നെ ഒരുപാട് വിവേചനങ്ങൾ നേടാനായിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു രീതി ഒരാളുടെ ഒരു പോസിറ്റീവ്നെസ് ഒക്കെ എത്രത്തോളം നമുക്കത് ഫീൽ ചെയ്തു? ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ പുതിയ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തൊന്നുമല്ല റെക്കോർഡ് ചെയ്യുന്നത്, രണ്ടുപേരും രണ്ട് സമയത്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ 3 BHK എന്നൊരു തമിഴ് പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പം പാട്ടുകൾ ഒരുമിച്ച് പാടുന്നുണ്ട്. ഞങ്ങളങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാനോ പാട്ടുകൾ ഒരുമിച്ചാണ് വരുന്നതെങ്കിലും പക്ഷെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു കൊളാബറേഷൻ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കത് കൂടുതൽ അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു പുള്ളിക്കാരി എനിക്ക് നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ പുള്ളിക്കാരി നേരിട്ട വിവേചനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയായിട്ടാണ് എനിക്ക് നമ്മളെല്ലാവരും അറിയുന്നത് പോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്രയും അധികം ഒരു ബാനൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായിട്ട് ആ സമയത്തൊക്കെ അവർ അതിനെ പോരാടി തോൽപ്പിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു എന്താണ് തഗ് ലൈഫിലത്തെ പാട്ടിലൂടെ ഭയങ്കരമായിട്ട് വൈറലായി. ആ ഒരു മുത്തുമഴയിട്ട് എന്നുള്ള പാട്ടുകൾ പിന്നെയും ഭയങ്കരമായിട്ട് വൈറലായി. അപ്പോൾ എല്ലാവരും കൂടുതൽ സെർച്ച് ചെയ്ത് തുടങ്ങി വീണ്ടും എന്തുകൊണ്ട് ഇവരെ മാറ്റി നിർത്തി എന്നുള്ള ഒരു കാര്യമൊക്കെ ഒരുപാട് വീണ്ടും. അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പം പാട്രിയാർക്കെതിരെ സംസാരിക്കുന്നവർക്ക്, അതായത് സമൂഹത്തിൽ അനീതിക്കെതിരെ സംസാരിക്കുന്നവരെല്ലാവരെയും ഒതുക്കാൻ തന്നെയാണ് ഇവിടെ ഉള്ളൊരു മെജോറിറ്റേറിയൻ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാരാകുക, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പാട്ട് സംസ്കാരം ഒരു പുതിയ ഒരു റാപ്പ് മ്യൂസിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ജെൻസിഡ് ആണെങ്കിലും 90s കിഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും പുതിയ ഇപ്പോൾ വളർന്നു വന്ന ഒരു ഈ ആശയങ്ങളിലൂടെ റാപ്പ് മ്യൂസിക് എന്നുള്ള രീതിയിൽ ആ ഒരു അതിൻ്റെ ഈണങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കാലഘട്ടത്തിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് സൂരജിന് ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ്? ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഇനിയും മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഇതൊരു ഈ കല എന്ന് പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ റാപ്പ് കേരളത്തിലെ റാപ്പ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് സീനെ പറ്റി എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണുള്ളത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നു, അവരുടെ സംഗീതം ഉണ്ടാക്കുന്നു, അവരത് പെർഫോം ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഡബ്സിയെ പോലൊരു ആർട്ടിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും, ഡബ്സി ഞാനൊരു പേരെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ സ്ലാങ് ഒക്കെ ഇത്രയും കൂളാക്കിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും കാലം മലബാർ ഭാഷ സംസാരിക്കുന്നവരെയൊക്കെ ഒരു ഇതെന്തായി സംസാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ മലയാളിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ മലബാർ ഭാഷ ഭയങ്കര കൂളാണ്, വെരി കൂൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റം തന്നെ ജനങ്ങൾ ഉണ്ടാക്കാൻ കലാകാരന്മാർ കഴിഞ്ഞിട്ടുണ്ട്, ആ സംഗീതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ബേസിക്കലി റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് അതിൻ്റെ ലിറ്ററേച്ചറാണെന്ന് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ അസ്തിത്വം ഇല്ല എന്ന് തന്നെ പറയാം. സോ ശക്തമായ പോയട്രിയാണ് റാപ്പ് മ്യൂസിക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. സോ അങ്ങനെ ഒരുപാട് അവെയർ ആയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മളുണ്ട്. അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര, ഞാൻ അവരുടെ പാട്ട് കേൾക്കാറുണ്ട്, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഗീതം ഇങ്ങനെ തന്നെ ആയിരിക്കണം, അത് ഇങ്ങനെ ആവാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നവരൊക്കെ പഴഞ്ചൻ ആൾക്കാരാണ്. അവര് ഗ്രോ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുഷ്പവതിയെ പോലുള്ള ആൾക്കാർ ആർട്ടിസ്റ്റുകളൊക്കെ അവർക്ക് പറയുന്നൊരു കൺസേൺ ഉണ്ട്. പല സമയത്തും പല രീതിയിലും ഈ പഴയ ചട്ടക്കൂടിൽ നിന്നൊക്കെ മാറ്റി നിർത്തി പുതിയ രീതിയിലേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കുന്ന കുറേ ആശയങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാനും അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോഴും പല സ്ഥലങ്ങളിൽ അവർക്കൊരു അടിച്ചമർത്തലുകൾ നേരിടുന്നുണ്ടോ? ചിലർക്ക് ഉയർന്നു വരാൻ പറ്റാത്ത പല ശ്രേണിയിൽ ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ജാതി വിവേചനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. ഡെഫിനറ്റ് ആയിട്ടും സമൂഹത്തിൽ നിൽക്കുന്ന ഒരു റിയാലിറ്റി എന്തായാലും സിനിമയിലും എല്ലാ വർക്ക് സ്പേസിലും ഇപ്പം മീഡിയയിലും ഉണ്ടാവും. അത് IT ഇൻഡസ്ട്രി, എല്ലാ ഇൻഡസ്ട്രിയിലും ജാതി വിവേചനവും ജാതിയും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. എനിക്ക് തോന്നുന്നു ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാസ്റ്റിസമാണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ മര്യാദയ്ക്ക് മനസ്സിലാക്കാണ്ട് നമുക്കൊരു മുന്നോട്ട് പോക്ക് സാധ്യമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇപ്പം ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ട്.
ഡെഫിനറ്റ് ആയിട്ടുണ്ട്, സിനിമയിലുണ്ട്. ഓക്കെ. ജാതി വിവേചനം ഉണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ മറ്റേ അതില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല മാറി. ഇപ്പൊ ജാതി ആരും ജാതി സംസാരിക്കാൻ പാടില്ല, ജാതി ഭീകരത എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അത് ഈ ബേസിക്കലി ഇതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുണ്ട്. എല്ലാവരോടും അവങ്ങനെ പറയുന്ന എല്ലാവരോടും എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ, ഗോ റീഡ് അംബേദ്കർ ആൻഡ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് എന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രിവിലേജ് അനുസരിച്ച് നിങ്ങൾ ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് മനുഷ്യന്മാർ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതിന് നിങ്ങളായിട്ട് തന്നെ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഇരിക്കുന്നവർക്ക് ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. പക്ഷെ മറിച്ച് മറ്റുള്ളവരുടെ ജീവിതം അങ്ങനെയല്ല. സോ അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കാനും അവരെന്താണ് ഗോത്രം എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കും. ഈ വന്ന കാലഘട്ടത്തിൽ റിസർവേഷനെതിരെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് അജ്ഞതയാണ്, അവർക്ക് അതിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും ഈ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള ഒരു ഇത് തന്നെയാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോക്ക് സാധ്യമുള്ളൂ. അല്ലെങ്കിൽ ഈ വിവേചനങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പല സ്ഥലത്ത് കൺസേർട്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൺസേർട്ടൊക്കെ ചെയ്ത് ആ ഒരു ഭയങ്കര എന്താ പറയുക, അത് ചെയ്യുമ്പോഴൊരു കൺസേർട്ടിൽ പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്കും ആ കിട്ടുന്നൊരു സന്തോഷം, അത് ആസ്വദിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു എനർജി നമുക്ക് സൂരജൻ എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ട് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതലും ഇഷ്ടം ആൾക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു പാട്ട് നമ്മുടെ പാട്ട് പെർഫോമൻസ് കണ്ടിട്ട് അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷവും ഇതൊക്കെയാണ്. രണ്ട് എക്സ്പീരിയൻസസ് ആണ്. നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ലൈവിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു ജനസഞ്ചയത്തിന് മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഞാനത് രണ്ടും ട്രൂലി എൻജോയ് ചെയ്യാറുണ്ട്. ഈ പ്രത്യേകിച്ച് ലൈവ് കോൺസേർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് ലൈവ് പെർഫോമൻസ് ചെയ്യാൻ, ലൈവായിട്ട് പെർഫോം ചെയ്യാൻ. അപ്പം ഐ പെർഫോം വിത്ത് എ ബാൻഡ് കോൾഡ് സൂരജ് സന്തോഷ് ലൈവ് എന്നാണ് ഞങ്ങളുടെ ബാൻഡിന്റെ പേര്. സോ അതിൽ 5 മ്യൂസിഷ്യൻസ് ഉണ്ട്, അല്ലാതെ ഒരു 5 പേര് ടെക്നിക്കൽ ക്രൂവിലുണ്ട്. ഞങ്ങൾ 10 പേരടങ്ങുന്ന ഈ ട്രൈബാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ പേരിൽ അത് ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ ഇത്രയും പേരുടെ ഒരുമിച്ചിട്ടുള്ള കൂട്ടായ പ്രവർത്തനമാണ് ആ എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പം ഇറ്റ് ഇസ് എ കളക്റ്റീവ് എഫേർട്ട്. ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്രൗഡ് പറയാമോ? എല്ലാ കോളേജ് ക്രൗഡും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കോളേജ് ക്രൗഡും നല്ല രസമുള്ള അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത്. പിന്നെ ബാംഗ്ലൂർ എനിക്ക് നിർത്തിവെക്കേണ്ട അവസ്ഥ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ക്രൗഡ് കാരണം, തിരക്ക് കാരണം അങ്ങനെ ഒരു പ്രാവശ്യം കൊച്ചിയിൽ വായിക്കുമ്പോൾ ബ്രൗൺ മോളിൽ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര സങ്കടമുള്ള ഒരു പരിപാടിയായിപ്പോയി. കാരണം 3 പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ക്രൗഡ് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അതൊരു അറിയില്ല ആരെയാണ് ബ്ലെയിം ചെയ്യേണ്ടതെന്ന്. ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. സൂരജിനുള്ള ഒരു ഇഷ്ടവും ആ ഒരു പാട്ടിനുള്ള ആവശ്യം കൊണ്ട് ഇഷ്ടംപോലെ പേര് വരും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ അവിടെയുള്ള ഒരു ബാധ്യസ്ഥരുമാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും സംഭവിച്ചില്ല. അന്ന് അങ്ങനെ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് വേറെ ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ നല്ല ക്രൗഡ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്കും വരുന്ന ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടഗാനം കേൾക്കാൻ വരുന്ന ക്രൗഡല്ല. നമ്മൾ എന്താണോ ഓഫർ ചെയ്യുന്നത്, നമ്മൾ എന്താണോ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് അവരോട് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ വരുന്ന ക്രൗഡ്, അങ്ങനെയുള്ള ക്രൗഡിന്റെ മുന്നിൽ പെർഫോം ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അതിന് മറ്റൊന്നും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ആസ് എൻ ഓഫ് കോഴ്സ് നമ്മൾ പാട്ട് കേട്ട് ആ ഫേവറേറ്റ് സോങ് കേൾക്കാൻ വരുന്ന ഒരു ജനതയുണ്ട്. ഓഫ് കോഴ്സ് ആ പാട്ട് നമ്മൾ കൊടുക്കുകയായിരിക്കും. പക്ഷെ അതിനുപരിയായിട്ട് എന്താണ് ഇവരിൽ നിന്നും ഇവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അതാണ് ഒരു ഇൻഡിപെൻഡന്റ് കലാകാരൻ എന്ന രീതിയിൽ, ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻ എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൗഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്രൗഡായിരിക്കും. നമ്മുടെ മ്യൂസിക് മോജോയില് സ്നേഹിതനെ അതുപോലെ അതുപോലെ ഒരു ദൈവം തന്ന ആ ഒരു 2 കോമ്പോസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടും മിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു ഒരു പാട്ട്, അതിലെ ഏതെങ്കിലും ഒരു പാട്ടിനെ കുറച്ച് പേര് പാടാം. നെഞ്ചിൽ ജിൽ 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 കാതിൽ ദിൽ 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 കണ്ണത്തിൽ മുത്തമിട്ടാൾ നീ, കണ്ണത്തിൽ മുത്തമിട്ടാൾ ഒരു ദൈവം തந்த പൂവേ, കണ്ണിൽ തേടൽ എന്ന തായേ, வாழ்வு தொடங்குமிடம் நீதானே,
வாழ்வு தொடங்கும் இடம் நீதானே, வானம் முடியும் இடம் நீதானே, காற்றை போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பில் ஊறும் உயிரே, ஒரு தெய்வம் தந்த பூவே, കണ്ണിൽ തേടൽ എന്ന തായേ. വാവ്. താങ്ക് യു. ഈ ശബ്ദം ഇങ്ങനെ നേരിട്ട് കേൾക്കുമ്പോണ്ടല്ലോ എന്താ പറയാ. താങ്ക് യു. ഇപ്പൊ ഇനി എന്തെങ്കിലും അപ്കമിങ് പുതിയ ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും? അതെ, ഇനി കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഞാനും വർക്കി എന്ന ഒരു മ്യൂസിഷ്യനും ചേർന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കമ്പോസേഴ്സ് ആയിട്ട് ഒരു വെബ് സീരീസ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സോണി ലെവലില് സംഭവ വിവരണം 4 സംഘം എന്നാണ് വെബ് സീരീസിന്റെ പേര്. ഡയറക്ടർ കൃഷാന്ത് ആണ്. സോ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് കാലം പണിയെടുത്ത് 1.5 വർഷത്തോളം അതിന്റെ പുറകെ ഇരുന്ന് പണിയെടുത്തുണ്ടാക്കിയ ഒരു, ഞങ്ങൾ രണ്ടുപേരും, ഞാനായിക്കോട്ടെ വർക്കി ആയിക്കോട്ടെ, ഞങ്ങൾ 2 കമ്പോസേഴ്സിനെ അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അത് ഉടനെ അത് റിലീസ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക. സംഭവ വിവരണം 4 സംഘം കണ്ടിട്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ. ഞാൻ വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു ഒരു പ്രോജക്റ്റാണിത്. കൃഷാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റാണ്. സോ അത് ഭയങ്കര ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു സാധനമാണ് അപ്കമിങ് വരാൻ പോകുന്നത്. പിന്നെ എൻ്റെ അടുത്ത ആൽബം, ഇൻഡിപെൻഡൻ്റ് ആൽബം, പേര് ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അതും അതിൻ്റെ അവസാനവട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോമ്പസിഷൻസും കാര്യങ്ങളും ഞാൻ അതിൻ്റെ കുറച്ച് എങ്ങനെ അത് വിഷ്വലി നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ആലോചനകളും അതിൻ്റെ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരെണ്ണമുണ്ട്. പിന്നെ ഒരുപാട് സിനിമകൾ പാടിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ നിങ്ങൾ എത്തുന്നതായിരിക്കും. അതെന്തായാലും നിങ്ങൾ അറിയുന്നതായിരിക്കും. കാരണം ബാക്കി അതല്ലാണ്ട് പിന്നെ ഈ ഇൻഡിപെൻഡൻ്റ് ആൽബം വേറെയും ഒരെണ്ണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പാരലലി. സോ ലോട്ട് ഓഫ് മ്യൂസിക് കമ്മിങ് അപ്പ്. ഒരുപാട് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ ഉണ്ടാക്കുന്ന മ്യൂസിക്, ഞങ്ങൾ ഉണ്ടാക്കുന്ന മ്യൂസിക് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായും. എൻ്റെ ഒരു ഇവിടേക്ക് ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നേ ഒരു ഫ്രണ്ട് പറഞ്ഞു ഏൽപ്പിച്ചൊരു സംഭവമാണ്. മസാല ഗുഫിയിൽ പഠിക്കുന്ന സമയത്ത് മുൻപേ വായൻ അൻപേ എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള, അതിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ ആ പാട്ടും കൂടെ ഒന്ന് കേട്ട കാണാറുണ്ട്. മുൻപേ വായൻ അൻപേ വാ ഉണേ വാ ഉയിരേ വാ, മുൻപേ വായൻ അൻപേ വാ பூவாய் பூவா, நானா கேட்டேன் என்னை நானே, நானியா நெஞ்சம் சொன்னதே, முன்பே வாயன் அன்பே வா பூவாய் பூவா. സൂപ്പർ. നമുക്ക് കുറച്ച് ഒരു, ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ചല്ലേ, ഇനി നമുക്ക് ഒരു ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ സെന്റൻസിൽ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു തീർക്കുന്ന രീതിയിൽ റാപ്പിഡ് ഫയർ ആയാലോ? ഓക്കെ. മ്യൂസിക് അല്ലാണ്ട് മറ്റൊരു പ്രൊഫഷൻ സ്വീകരിക്കായിരുന്നെങ്കിൽ ഏത് സ്വീകരിച്ചാണ്? ആൻസർ ഇല്ല? പെട്ടെന്ന്. ടഫ് ക്വസ്റ്റ്യൻ ആണോ? മ്യൂസിക് അല്ലാണ്ട് വേറെ പ്രൊഫഷൻ ആണെങ്കിൽ ഞാൻ മേ ബി ബാങ്കിങ് സെക്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയാൽ. അതെ, അങ്ങനെ വല്ലതും എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ അങ്ങനെ തന്നെ ഒരു ശരാശരി മനുഷ്യനായിട്ട് ബാങ്കിലൊക്കെ ജോലി ചെയ്ത് ജീവിച്ചു പോകാൻ. ഓക്കെ. ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചൊരു സംഗീത സംവിധായകൻ? അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ഒരാളെന്നില്ല. എനിക്കൊന്ന് ഞാൻ കേൾക്കുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ, അല്ലെങ്കിൽ കമ്പോസേഴ്സും മ്യൂസിഷ്യൻസും, അങ്ങനെ ഒരു കമ്പോസർ ഒന്നും കൂടി പറയാൻ വയ്യ. മ്യൂസിഷ്യൻസ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇൻസ്ട്രുമെന്റൽസ് ആയിക്കോട്ടെ, മ്യൂസിഷ്യൻസ് എല്ലാവരും തന്നെ എന്നെ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഞാൻ കേട്ട്, നമ്മൾ ചെറുപ്പം പോലെ എനിക്ക് ആക്ച്വലി മ്യൂസിക്കിലേക്കൊക്കെ നമ്മൾ പാട്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും കേട്ട് ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു, എല്ലാവരും പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറാണ് എ ആർ റഹ്മാൻ. സോ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കുന്നു, ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ഓരോരുത്തരും അവരുടേതായ രീതിയിലാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നൊരു തലത്തിലൊക്കെ മ്യൂസിക്കിനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു. പാട്ടുകൾക്ക് പുറമെ ഇപ്പോൾ ലൈഫിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം, മ്യൂസിക് അല്ലാണ്ട്? വെറുതെ ഇരിക്കുക.
ഏറ്റവും സുഖമുള്ള പരിപാടി വെറുതെ ഇരിക്കുക. ഓക്കെ. ഇപ്പോൾ കൺസേർട്ടുകളാണോ അതുപോലെ സിനിമയ്ക്ക് വേണ്ടി പാടാനാണോ, അതിലേതാണ് കൂടുതൽ ഇഷ്ടം? പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ബോത്ത്. ഒരു പ്രിഫറൻസ് ഇല്ല? അങ്ങനെ പ്രിഫറൻസ് ഇല്ല, രണ്ടും എൻജോയ് ചെയ്യുന്ന പ്രോസസ് തന്നെയാണ്. ഓക്കെ. കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാം. കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് റൈറ്റിംഗ് നോൺസെൻസ്. ഓക്കെ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്? വേൾഡ് മ്യൂസിക് കേൾക്കാൻ താല്പര്യം. വേൾഡ് മ്യൂസിക്, പിന്നെ ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എന്ത് മ്യൂസിക്കും, ഓൾട്ടർനേറ്റ് ജാസ് എന്താണെങ്കിലും, ഓൾട്ടർനേറ്റ് പോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും സംതിങ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എല്ലാ മ്യൂസിക്കും കേൾക്കണം. ബേസിക്കലി വേൾഡ് മ്യൂസിക് കേൾക്കാൻ താല്പര്യം. ഓക്കെ. പിന്നെ ആക്ച്വലി ഇലക്ട്രോണിക് മ്യൂസിക്. എനിക്ക് തോന്നുന്നു എന്നെ ഒരു ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തലമാണ് ഇലക്ട്രോണിക് മ്യൂസിക്കുള്ള ഞാൻ ബിലീവ് ചെയ്യുന്നു. കാരണം അവിടെ നിങ്ങൾ ആ ഇലക്ട്രോണിക് മ്യൂസിക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് ഭയങ്കര ക്ലോസ് ടു ആയിട്ടാണ്. പല ജോൺറേഴ്സ് ഇലക്ട്രോണിക് മ്യൂസിക് ഉണ്ട്, എല്ലാം തന്നെ കേൾക്കാറുണ്ട്. എനിക്കൊന്ന് ഞാൻ മറന്നുപോയി, ഇലക്ട്രോണിക് മ്യൂസിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേര് സൂരജ് സന്തോഷാണ്. അതല്ലാതെ വീട്ടിൽ വിളിക്കുന്ന അങ്ങനെ എന്തെങ്കിലും പെറ്റ് നെയിംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാട്ടിൽ പോകുമ്പോഴത്തേക്ക് കുട്ടപ്പൻ എല്ലാവരും വിളിക്കാറുണ്ട്. കുട്ടപ്പൻ, ഇത് കൊള്ളാം. പക്ഷെ ഇപ്പൊ ആരും വിളിക്കാറില്ല അങ്ങനെ. പിന്നെ ഇപ്പൊ എല്ലാവരും സൂരജ് എന്നൊക്കെ തന്നെ വിളിക്കുന്നത്. ഓക്കെ. ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യം, താല്പര്യമില്ലാണ്ട് ഒരു മനസ്സില്ലാ മനസ്സോടുകൂടി ഏതെങ്കിലും പാട്ട് പാടേണ്ടി വന്നേ അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? മനസ്സില്ലാ മനസ്സെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് താല്പര്യപ്രകാരം അല്ലാണ്ട് പല കാര്യങ്ങളും പാട്ടുകളും പാടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കരിയറൊക്കെ തുടങ്ങുന്ന സമയം നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അന്നൊക്കെ എൻ്റെ ഒരു പ്രോത്സാഹനം കിട്ടുന്ന മൊത്തം പാടുക, നമുക്ക് മാക്സിമം പാടുക എന്നുള്ളൊരു പ്രോസസ്സിൽ മാത്രം വിശ്വസിക്കും. അപ്പോൾ അതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടാണോ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, താല്പര്യത്തിനേക്കാൾ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് അങ്ങനെ അല്ലാതെയും വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും എൻ്റെ പരമാവധി കൊടുക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒന്നുകിൽ പാട്ട് നിർത്തണം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു പാർട്ടിയിൽ ചേരണം. ഇഷ്ടമില്ലാത്തൊരു പാർട്ടിയിൽ ചേരണം, രാഷ്ട്രീയ പാർട്ടി. അതെ, അങ്ങനെ രണ്ട് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാം. പാട്ട് നിർത്തൂല്ല, ഇഷ്ടമില്ലാത്ത പാർട്ടിയെ പറ്റി കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കും. ഇഷ്ടമില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടി എന്നതിലുപരി എൻ്റെ ഇഷ്ടമില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ അല്ല, പൊളിറ്റിക്കൽ പാർട്ടികൾക്കെതിരെ അല്ല എൻ്റെ സമയം, ആശയത്തിനെതിരെയാണ് എൻ്റെ. അല്ലാണ്ട് ഒരു അതാര് പറഞ്ഞാലും അത് നിങ്ങൾ ജസ്റ്റിസ് അല്ലെങ്കിൽ ന്യായമില്ലാത്തൊരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ ഐ വുഡ് ഓപ്പോസിറ്റ്. അത് ഏത് പാർട്ടിയാണെങ്കിലും. ഓക്കെ. ഈ ശബ്ദം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും പൊടിക്കൈകൾ എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല മാൻ, എന്തെന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മള് മറ്റേ ഒരുപാട് ആരാധകരുള്ള സൗണ്ട് നമ്മള് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ പരിപാടിക്ക് മുന്നേ പാടുന്ന കുറച്ച് ദിവസം മുന്നേ, പരിപാടിക്കും മേ ബി ഒരു ദിവസം മുന്നേ ഇങ്ങനെ ഈ വറുത്തതൊന്നും കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊക്കെ അങ്ങനൊന്നും ഇല്ല. ബേസിക്കലി അത് ഞാൻ ഭയങ്കര അങ്ങനെ പക്ഷെ അത് നമ്മൾ അബ്യൂസ് ചെയ്യാൻ പോകാറില്ല. വോയിസ് റെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അധികം സംസാരിക്കില്ല. ഈ തണുത്ത വെള്ളം കുടിക്കാറുണ്ട്, കുറച്ച് മുന്നേ തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ ഈ വോയിസ് അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് നമ്മൾ ശബ്ദം അബ്യൂസ് ചെയ്യുന്ന ഒരു ഉച്ചത്തിൽ സംസാരിക്കുക, നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുക, ഒരുപാട് നേരം നമ്മൾ ഈ ശബ്ദം യൂസ് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ വെള്ളത്തിലൊക്കെ കിടന്ന് സാധകം ചെയ്തില്ലേ, വെള്ളത്തിൽ കിടന്ന് ഞാൻ സാധനം ചെയ്തിട്ടില്ല. ഇനി ഞാനും പുള്ളൊക്കെ ചാടുമ്പോൾ ചുമ്മാ ഇങ്ങനെ അതൊന്നും അങ്ങനെ അത് പണ്ടത്തെ ഒരു സിസ്റ്റമാണ്. ചിലപ്പോൾ അതിൽ ഉണ്ടാകും, ഞാൻ ചെയ്തിട്ടില്ല. അല്ലാണ്ട് അങ്ങനെ സാധകം ചെയ്താൽ മതി. അത് വെള്ളത്തിൽ കിടന്നിട്ടാണെങ്കിലും സാധകം ചെയ്യാന്നുള്ളതാണ് അതിന്റെ പ്രോസസ്. അത് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പൊടിക്കൈകൾ ഒന്നുമില്ല. ശബ്ദം അബ്യൂസ് ചെയ്യാണ്ട് ഇരിക്കാൻ ശ്രമിക്കും, വോയിസ് റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെയുള്ള പരിപാടികളേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു അവസാനമായിട്ട് ഒരു പാട്ട് കൂടെ. ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാൻ ഇതുവഴി ഞാൻ തുണയായി വരാം. ഇനി എന്നുമേ കുടനീർത്തിടാം, തണലേകിടാം, ഒരു നല്ല നേരം വരവേറ്റിടാം.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.